മുത്തച്ഛ മുത്തച്ഛ, ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, അവൾ പുറപ്പെട്ടിട്ടില്ല. ഇതാ കമ്പി വന്നിട്ടുണ്ട്. അവൾക്ക് അവിടെ എന്തോ ജോലി തിരക്കാണത്രേ. കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മായ ഇഷ്ടമാണ്. മായയ്ക്ക് എന്നെയും ഇഷ്ടമാകണം. ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകല ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛന് എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെങ്ങാനും നീ എന്റെ നേരെ വന്നാൽ പലരും കടിച്ചു തിന്നാൻ നേരത്തെ വായി പല്ല് കാണത്തില്ല. ഇറങ്ങിപ്പോയോ പിന്നെ? എന്റെ അച്ഛ എന്തോ മോനെ, മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അത്രേ ഉള്ളൂ. മായമോള് വരില്ലേടാ ശിവൻകുട്ടി? മായ വരാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. കമ്പിയിൽ പിന്നെ എന്താടാ അവളെ എഴുതിയിരിക്കുന്നത്? 1 കിലോ ചെമ്പ് കമ്പി ഈ ചെറിയ മാവന്റെ തലയെ കെട്ടിവെച്ച് ബോംബെയിലോട്ട് അയക്കാൻ പറഞ്ഞു. അവൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. മായ പിന്നെ ബോംബെയിൽ എന്തെടുക്കുക? ബോംബെയിൽ അവൾ എന്തെടുക്കണം? നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അങ്ങ് അകലെ എന്റെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാമോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനി അവളെ കിട്ടില്ല അച്ഛാ. മായ മായ എന്തൊരു കഷ്ടം. ആ ചാക്കൂടുത്ത് നമ്മൾ ഏത് വഴിക്കാ ഓടിയത്? ഇതിലെതിരെയാണ് ഓടിയത്. കുഞ്ഞാനോട് ആരാ അത് പോകില്ലോട്ട് ഓടാൻ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. തപ്പാ നോക്ക്. ആ പാവക്കുട്ടിയല്ലേ അവിടെ കയ്യിലിരിക്കുന്നു? ഹലോ. അയ്യോ അതെ. ഇനി തലവരോട് ചോദിക്കാം. പറയാമൊക്കെ തലയ്ക്ക് മുഴുവൻ കൊണ്ടാണ് നീ ആ പാവ എവിടെയാണ് അവളിപ്പിച്ചത്? ഞാൻ തൂക്കിപ്പറിക്കാതെ ഞാൻ പറയണമെന്ന് കേക്ക് തലവര്. തോണിയിൽ ഇറങ്ങുമ്പോ ആ പാവക്കുട്ടിയുടെ കീശനുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ കാണാനില്ല. കള്ള ഇമാനെ, നീ അതിനെ ആർക്കെങ്കിലും വിറ്റോ? തലവരുടെ കുട്ടിക്ക് വാങ്ങിയ പാവം ഞാൻ എന്തിനാ വിൽക്കുന്നത്? അത് എന്റെ കുട്ടിക്ക് വാങ്ങിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ കഴുത്? അതിനകത്ത് രത്നങ്ങളാണ്. 9 ലക്ഷം രൂപ വില പിടിപ്പുള്ള രത്നങ്ങൾ. അന്ന് 9 ലക്ഷം. തലവരെ തലവരെ കിട്ടി, പാവക്കുട്ടിയെ കിട്ടി. എവിടെയാ പാവക്കുട്ടിയെ? ഒരു വാവക്കുട്ടി തട്ടിക്കൊണ്ട് പോയി. വാവക്കുട്ടിയോ? അതാരാടാ? എടാ അതവളല്ലേ? ആ, അവളെ പൊക്കണം, കാറിലിടണം, തലവർക്ക് കൊടുക്കണം. പൊക്കിയിട്ട് പൊങ്ങിയില്ലെങ്കിലോ തലവര് നമ്മളെ പൊക്കും. പോകുന്നു. അവിടെ തല്ലാൻ നടക്കണ്ട, നമുക്കും പോയി പിടിക്കാം. തലവര് നമ്മളോട് തല്ലാൻ പറഞ്ഞിട്ടില്ല. പുതിയൊരു വന്നിരിക്കുന്നു. ആരെ? അവനാരാ? അവനാ. തല്ല് കേട്ട് ചോദിക്കാം. മതി മതി.
അല്ലോ അവൻ മയത്തായെന്നാ തോന്നണം. നമുക്ക് വലിയടാ. അപ്പൊ പാവക്കുട്ടി അത് നാളെ നോക്കാന്ന്. പോലീസ് വരുന്നതിന് മുമ്പ് പോവാം. നിങ്ങളല്ലേ ആ കുത്തുകിട്ടിയ ആളിനെ കൊണ്ടുവന്നത്? ക്ലോസ് റിലേറ്റീവ് ആണോ? എങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ. പോലീസ് കേസാ. ഞാൻ ക്ലോസ് റിലേറ്റീവ് ആണ്. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ. ഭർത്താവോ? ഇതിൽ കൂടുതൽ എന്തോന്ന് ക്ലോസ് ആവാന്? ദേ ഇതൊന്ന് ഒപ്പിട്ടെ. ഇവിടെ ഇവിടെ വൈഫൊന്നും കൂടി എഴുതിയതേ. അതില്ലാന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ നിലവിളിച്ചു എന്ന് അതിന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു. അതാ ഞാൻ തന്നെ കടലാസം കൊണ്ട് വന്നത്. കേരളത്തിൽ എവിടെയാ? ഒക്കെ പറയാം, ഒന്ന് വേഗം ചെല്ലു പ്ലീസ്. വളരെ സീരിയസാ. എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒരു 4-5 മണിക്കൂർ എടുക്കും. ഒരു 6 ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും. വേറെ സംഘടിപ്പിക്കണം.